ഇന്ന് ലോക വായനാ ദിനം. എല്ലാ ലോക വായനാ ദിനങ്ങളിലും ഞാൻ ഒരു വ്യത്യസ്ത രീതിയിൽ തുടങ്ങാറുണ്ട്. ഇന്ന് രാവിലെ തുടങ്ങിയത് ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒരു 3 വർഷത്തെ ആനുവൽ സബ്സ്ക്രിപ്ഷൻ എടുത്തുകൊണ്ടാണ്. വായന നൽകുന്ന ചില വ്യത്യസ്തമായ മാനങ്ങളുണ്ട്. ഇന്ന് എനിക്ക് പെട്ടെന്ന് എൻ്റെ ലൈബ്രറിയിലൂടെ പോയപ്പോൾ ഞാൻ പെട്ടെന്ന് ഹാൻഡ് പിക്ക് ചെയ്ത കുറച്ച് പുസ്തകങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പം ഒരു വായനക്കാരൻ ബിസിനസ് ബുക്കുകളോ മോട്ടിവേഷൻ ബുക്കുകളോ മാത്രമല്ല വായിക്കേണ്ടതെന്നും അവന് സാഹിത്യവും കവിതയും എല്ലാം വായിക്കണമെന്നും അടിസ്ഥാനത്തിൽ പല കാറ്റഗറിയിൽ നിന്ന് പെട്ടെന്ന് ഹാൻഡ് പിക്ക് ചെയ്ത കുറച്ച് 10-11 പുസ്തകങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. സോ ആദ്യം തന്നെ പ്രൊഡക്ടിവിറ്റിയുടെ കുറിച്ചുള്ള 3 പ്രധാന പുസ്തകങ്ങൾ. ഇത് ലോകത്തിലെ ഏറ്റവും നല്ല പുസ്തകങ്ങളെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഈ 3 പുസ്തകങ്ങൾ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട 3 പുസ്തകങ്ങളാണ്. ജോഷ് കൗഫ്മാൻ്റെ ദ ഫസ്റ്റ് 20 അവേഴ്സ്, ഹൗ ടു ലേൺ എനിത്തിങ് ഫാസ്റ്റ്. ഇൻ എ വെരി ഫാസ്റ്റ് വേൾഡ് നമുക്ക് എന്തും പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം നിങ്ങൾ നിർബന്ധമായും വായിച്ചിരിക്കുന്ന ഒന്നാവും. രണ്ടാമത്തത്, എങ്ങനെയാണ് 80-20 സക്സസ് 80-20 പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ സക്സസിനെ കുറിച്ചുള്ള ഏറ്റവും വ്യത്യസ്തമായ പുസ്തകങ്ങളിൽ ഒന്നാണ്. 80-20യിൽ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്ന 20% ഓഫ് ദ തിങ്സ് മേക്സ് യുവർ 80% ഓഫ് സക്സസ് എന്നുള്ളതാണ്. അത് വളരെ വ്യത്യസ്തമായ വിധാനങ്ങളിൽ ചർച്ച ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ്. ഈ പുസ്തകം നിങ്ങൾ എന്തായാലും വായിച്ചിരിക്കുന്നതെന്നാവും. മൂന്നാമത്തെ പുസ്തകം ഒരുപക്ഷെ ലോകത്തെ ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ള തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ എന്നുള്ളതാണ്. ഡാനിയൽ കാഗ്മാൻ്റെ തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ. വളരെ വ്യത്യസ്തമായ രീതിയിൽ തിങ്കിങ്ങിനെ കുറിച്ച് പറയുകയും അത് പ്രൊഡക്ടിവിറ്റി എങ്ങനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു, പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഈ തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ. ഈ 3 പുസ്തകങ്ങളാണ് പ്രൊഡക്ടിവിറ്റി കാറ്റഗറിയിൽ ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 2 പ്രധാനപ്പെട്ട ആത്മകഥകൾ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇത് രണ്ടും ഒരുപക്ഷെ എൻ്റെ പേഴ്സണൽ ഫേവറിറ്റ്സ് ആണ്. ഒന്ന് ദ സ്നോബോൾ എന്ന് പറയുന്ന വാരൻ ബഫറ്റ് ആൻഡ് ദ ബിസിനസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ആലിഷ് എഴുതിയ വളരെ രസകരമായ ഒരു പുസ്തകമാണ്. ഒരുപക്ഷെ ഒരുപാട് വർഷം ബഫറ്റിൻ്റെ കൂടെ നിൽക്കുകയും ബഫറ്റിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ പേഴ്സണലി അറിയുകയും ചെയ്ത് എഴുതിയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആത്മകഥയാണ് വാരൻ ബഫറ്റിൻ്റെ ആത്മകഥ. രണ്ടാമത്തത് ഒരുപക്ഷെ എൻ്റെ പേഴ്സണൽ ഫേവറിറ്റാണ് ലിയാനോർഡോ ഡാവിഞ്ചിയുടെ ആത്മകഥ ദ ബയോഗ്രഫി ബൈ വാൾട്ടർ ഐസക്സൺ. വാൾട്ടർ ഐസക്സൻ്റെ ആത്മകഥകളുടെ ഒരു ഡീറ്റെയിലിംഗ് വളരെ രസകരമാണ്. ലിയാനോർഡോ ഡാവിഞ്ചി എന്ന് പറയുന്നത് ഒരു ആർക്കിടെക്റ്റാണ്, ഒരു ടൗൺ പ്ലാനറാണ്, മറ്റ് പലതരത്തിൽ ജീവിക്കുകയും ഒടുവിൽ ഒരു ആർട്ടിസ്റ്റായി ലോകത്തറിയപ്പെടുകയും ചെയ്ത മനുഷ്യനാണ്. ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ കാർ ഡിസൈൻ ചെയ്തത് അറിയാതെയെങ്കിലും ലിയാനോർഡോ ഡാവിഞ്ചിയാണെന്ന് പറയാം. അത്രയ്ക്ക് ദീർഘവീക്ഷണി, നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുണ്ട് ആദ്യത്തെ കാറ് ലിയാനോർഡോ ഡാവിഞ്ചി വിഭാവനം ചെയ്യുന്നതും പുറത്തിറങ്ങുന്നു. അത്രയും ഒറിജിനലായിട്ടുള്ളൊരു തിങ്കറുടെ ആത്മകഥ നിർബന്ധമായും വായിച്ചിരിക്കേണ്ടതാണ് എന്ന് തോന്നുന്നു. ഇനി അടുത്ത 2 കാറ്റഗറി, ഞാൻ എപ്പോഴും പറയാറുള്ള നമ്മളുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിൽ ന്യൂറോ സയൻസിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അത്തരത്തിൽ ന്യൂറോ സയൻസും ഹൗ ടു യൂസ് യുവർ ബ്രെയിൻ എന്ന കാറ്റഗറിയിൽ പെടുന്ന 2 പുസ്തകങ്ങളാണ് ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് റീവയറാണ്, ബ്രേക്ക് ദ സർക്കിൾ, ഓൾട്ടർ യുവർ തോട്ട്സ് ആൻഡ് ക്രിയേറ്റ് ലാസ്റ്റിംഗ് ചേഞ്ച് എന്ന് പറഞ്ഞ് വിക്കോളയുടെ വളരെ രസകരമായ ഒരു പുസ്തകമാണിത്. ഇതൊരു പക്ഷേ നമ്മളുടെ ഹാബിറ്റ് ചേഞ്ചും ഹാബിറ്റ് ഫോർമേഷനും ഒക്കെ എങ്ങനെ സാധിക്കുന്നു എന്നതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു പുസ്തകമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മൂന്നാമത്തത് ജിം ക്യൂക്കിൻ്റെ ലിമിറ്റ്ലെസ് എന്ന പുസ്തകമാണ്. നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെയാണ് നിങ്ങളുടെ പൊട്ടൻഷ്യലിനെ ലിമിറ്റ്ലെസ് ആക്കി മാറ്റുന്നത് എന്ന് വളരെ രസകരമായി പറഞ്ഞിരിക്കുന്ന ലിമിറ്റ്ലെസ് എന്ന ഒരു പുസ്തകമാണ്. ഇനി 2 സാഹിത്യ പുസ്തകങ്ങൾ കൂടി പരിചയപ്പെടുത്തി. ഒരുപക്ഷെ സാഹിത്യ വായന ഒരു വായനക്കാരൻ്റെ ക്രിയേറ്റിവിറ്റി ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ്. ഒന്ന്, ഞാൻ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റായിട്ട് പോസ്റ്റ് ബൂം കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള റോബർട്ടോ ബെലോണിയുടെ ട്രൂത്ത് 666 എന്ന് പറയുന്ന സാൽവേജ് ഡിറ്റക്റ്റീവ് പോലെയുള്ള നോവലുകൾ എഴുതിയിട്ടുള്ള അതിഭീകരമായ ലോക വ്യവസ്ഥിതിയിൽ നിന്ന് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് കാണിക്കുന്ന 2666 എന്ന പുസ്തകമാണ്. ഇനി അടുത്തത്, ഒരുപക്ഷെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിൻ്റെ കാലഘട്ടത്തിൽ ഒരു പെർഫോമിംഗ് പോയട്രിയുടെ സിമ്പിളായിട്ടുള്ള രൂബി കപൂറിൻ്റെ ദ സൺ ആൻഡ് ഹെർ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന പുസ്തകം അതിമനോഹരമായ കവിതകളാണ്. ഈ കവിതകളെ നമ്മൾ ഇപ്പം ഷേക്സ്പിയറിൻ്റെയൊക്കെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് കവിതകൾക്ക് വന്നിട്ടുള്ള ഭാവവ്യത്യാസങ്ങളും പുതിയ കാലഘട്ടത്തിൽ എങ്ങനെയാണ് പെർഫോമൻസ് പോയട്രി ഒരു വായനക്കാരൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം കാലഘട്ടത്തിൽ എങ്ങനെയാണ് കവിത രൂപാന്തരപ്പെടുന്നത് എന്നതിൻ്റെയും ഒരു സൂചനയാണ്. ഇനി 2 പുസ്തകങ്ങൾ കൂടി എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന ഒന്ന്, ഒരു ഡേറ്റയെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിൽ വളരെ വ്യത്യസ്തമായ ഒരു തോട്ട് പ്രോസസ്സിനും തോട്ട് പ്രൊവോക്ക് ചെയ്യാൻ കാരണമാകുന്ന ഫ്രീക്കണോമിക്സ് എന്ന പുസ്തകമാണ്. ഇതൊരു പുതിയ പുസ്തകമല്ല. വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നത് ഞാനൊരു കോളേജ് വിദ്യാർത്ഥിയൊക്കെ ആയിരുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ വായിക്കുകയും പിന്നീട് പുസ്തകം ലൈബ്രറിയിൽ സ്വന്തമാക്കി വെക്കുകയും ചെയ്ത് വീണ്ടും വീണ്ടും വായിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഫ്രീക്കണോമിക്സ്. അടുത്തത്
ഒരു പക്ഷേ എനിക്ക് ഒരു ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ചുള്ള ഒരു പുസ്തകം ഈ സീരീസിൽ വേണമെന്നുള്ളത് കൊണ്ടാണ് പീറ്റർ തീലിൻ്റെ 0 to 1 എന്ന പുസ്തകം ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ 0 to തീൽ, പീറ്റർ തീൽ എന്ന് പറയുന്നത് ഫോൺ പേ, പേപ്പാലിൻ്റെ കോ ഫൗണ്ടർ ആയിരിക്കുകയും ഇലൺ മസ്കിനൊപ്പം അക്കാലത്ത് ഒരുപക്ഷെ അക്കാലത്ത് ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റിന് വലിയ വ്യത്യാസമുണ്ടാക്കുകയും ലോകത്താകമാനം ഒരു പുതിയ എക്കോ സ്റ്റാർട്ടപ്പ് സിസ്റ്റം ഉണ്ടാക്കുകയും അതിൽ പിന്നീട് ഒരു ഇൻവെസ്റ്ററായി വെഞ്ചർ ക്യാപിറ്റലിസ്റ്റായി മാറുകയും ചെയ്ത പീറ്റർ തീലിൻ്റെ അനുഭവം സ്റ്റാർട്ടപ്പുകളുടെ ഒരു എക്കോ സിസ്റ്റത്തെക്കുറിച്ച് വളരെ കൃത്യമായ അനുഭവങ്ങളും പാഠങ്ങളും നിങ്ങൾക്ക് നൽകുന്നുണ്ട്. വായനകൾ വേറൊരു ലോകമാണ്.